AICCയിലെ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാവുകയാണ്. 2025 ബീഹാറിൽ നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ ചോദിച്ചു വാങ്ങണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നിലവിലെ സാഹചര്യം, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കോൺഗ്രസിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ഇലക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ EVM കൊണ്ടുവരണം എന്ന ആവശ്യം കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ ഉന്നയിച്ച വിഷയമാണ്. ഇതിനോട് അനുകൂല നിലപാട് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും എടുത്തിട്ടുള്ളത്. എന്നാൽ ഇന്ത്യ മുന്നണി ശരിയായ രീതിയിലല്ല, ഇന്ത്യ മുന്നണി പിരിച്ചുവിടണം, ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിൻ്റെ ആവശ്യമില്ല, ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും അള്ളുവെക്കാൻ ശ്രമിച്ചിരുന്നു. അതൊക്കെ ഇപ്പോൾ പാടെ പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം ആം ആദ്മി പാർട്ടി ഡൽഹി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ അവർ അഹങ്കാരത്തിന് കിട്ടിയ മറുപടിയായി അതിനെ കണക്കാക്കിയാൽ മതി എന്നുള്ളത് കോൺഗ്രസ് പറയുന്നുണ്ട്. കോൺഗ്രസിന് ആം ആദ്മിയെ ജയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഇല്ല. എന്നാൽ ആം ആദ്മി പാർട്ടിയോട് ഒരു സഖ്യനീക്കത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ആവാം എന്ന് പറഞ്ഞ കോൺഗ്രസിനെ മനഃപൂർവ്വം പരിഹസിക്കുന്ന രീതിയാണ് അവലംബിച്ചത്. അതുതന്നെയാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ 14ഓളം സീറ്റുകളെ സാരമായി ബാധിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊരു വിധത്തിലേക്ക് നീങ്ങിയനെ എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. 22 സീറ്റുകളാണ് ആം ആദ്മിക്ക് കിട്ടിയതെങ്കിൽ 14ഓളം സീറ്റുകളിൽ ആം ആദ്മിക്ക് പരാജയപ്പെടേണ്ടി വന്ന മാർജിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കോൺഗ്രസ് അവിടെ പിടിച്ചെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ പരമാവധി നിയമസഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കാനും MLA-മാരെ വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നതിന് കാരണമുണ്ട്. ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും രാജ്യസഭ വഴി അവർ കൂടുതൽ രീതിയിൽ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. 245 അംഗങ്ങളാണ് പരമാവധി രാജ്യസഭയിൽ ഉള്ളത്. അതിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന സ്ഥാനാർത്ഥികളും കാണും. എന്നാൽ ഇപ്പോൾ BJPയുടെ അംഗസംഖ്യ 100-ൽ കവിഞ്ഞിരിക്കുകയാണ്. കൃത്യമായും രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്ന BJPയുടെ അജണ്ടയെ പൊളിച്ചെടുക്കണമെങ്കിൽ അതിന് നന്നായി പണിപ്പെടേണ്ടി വരും. രാജ്യസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നത് സ്വാഭാവികമായും നിയമസഭാ സീറ്റുകളിലേക്ക് ഉള്ള MLA-മാരുടെ വോട്ടനുസരിച്ചാണ്. ഡൽഹിയിലെ BJP വിജയത്തോടുകൂടി BJPയുടെ അംഗസംഖ്യ വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളും നിറഞ്ഞു നിൽക്കുകയാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവത്തിലെടുത്തുകൊണ്ട് വരുന്ന 2 വർഷത്തേക്കുള്ള സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനാണ് AICC നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും KC വേണുഗോപാലിനെ മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനം കൈക്കൊള്ളേണ്ടതിൻ്റെ അനിവാര്യത രൂപപ്പെട്ടു വന്നിരിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പുതിയ കീഴ്വഴക്കം കൊണ്ടുവരാൻ വേണ്ടി കോൺഗ്രസ് നിർദ്ദേശം ഉണ്ട്.